ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. 15 ദിവസം നീണ്ടു നിൽക്കുന്ന കലയുടെ നാട്ടിലെ ഫുട്ബോൾ മാമാങ്കത്തിന് വെള്ളിയാഴ്ച മുതൽ ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് തുടക്കമാകും. വള്ളത്തോൾ നഗർ പഞ്ചായത്തും ചെറുതുരുത്തി ഫുട്ബോൾ അക്കാദമിയും ചേർന്നാണ് 9ാമത് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. കാറ്ററിംഗും ചെറുതുരുത്തി ഫുട്ബോൾ അക്കാദമിയും സംയുക്തമായി അണിയിച്ചൊരുക്കുന്ന 9ാമത് അഖില കേരള ഈവനിംഗ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഈ വരുന്ന ഏപ്രിൽ 17 മുതൽ മെയ് 1 വരെ നടക്കുന്നതാണ്. ഇപ്രാവശ്യം ടൂർണമെന്റ് നടക്കുന്നത് ഗാലറിയോടുകൂടിയാണ്. മാന്യ ഫുട്ബോൾ പ്രേമികൾ എല്ലാവരും ഏപ്രിൽ 17 മുതൽ മെയ് 1 വരെയാണ് മത്സരം. ഫുട്ബോൾ പ്രാധാന്യം വീണ്ടെടുക്കുന്നതിനും പുതിയ പ്രതിഭകളെ കണ്ടെത്തുന്നതിനും ലഹരി വിമുക്ത യുവത്വത്തെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചെറുതുരുത്തി ഫുട്ബോൾ അക്കാദമി ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നായി ഫുട്ബോൾ താരങ്ങൾ പങ്കെടുക്കുമെന്ന് ഫുട്ബോൾ അസോസിയേഷൻ നേതാക്കളായ മജീദ് കളത്തിൽ, അനസ് കുഞ്ഞുമൊയ്തു, A1 ബാബു, അബു താഹിർ എന്നിവർ പറഞ്ഞു. ചെറുതുരുത്തി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചിട്ടാണ് പ്രാവശ്യം നമ്മൾ ടൂർണമെൻറ്റ് നടത്തുന്നത്. ഏപ്രിൽ 17 മുതൽ മെയ് 1 വരെയാണ് ടൂർണമെൻറ്റ്. അതുകൂടാതെ നമ്മൾ കുട്ടികളെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് 1 മാസം അവധി ക്യാമ്പ് ഫ്രീ ആയിട്ട് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. എല്ലാ വർഷവും 20 വർഷമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഇവിടുന്ന് ഒരുപാട് പ്ലെയേഴ്സിനെ വളർത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി പ്ലെയർ കളിച്ച ഹഫീസ് റഹ്മാൻ, മണി, അതുകൂടാതെ ഇപ്രാവശ്യം ആദ്യമായിട്ട് സന്തോഷ് ട്രോഫിയിൽ നമ്മുടെ ചെറുതുരുത്തിയിൽ നിന്നൊരു പ്ലെയർ വന്നിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ 2 പേര് നമ്മുടെ 2 പേര് ഡി ലൈസൻസ് എടുത്ത് വന്നിട്ടുണ്ട്, ഹഫീസ് റഹ്മാനും നിതീഷും. അതോടുകൂടി നമ്മൾ ഇവിടെ ഗാലറി നമ്മൾ പണിയുന്നുണ്ട് ചെറുതുരുത്തി സ്കൂളിൽ. അതോടുകൂടി നമ്മളൊരു പെർമനൻറ്റ് ക്യാമ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം നമുക്ക് ഒരുപാട് പ്രതിഭകളെ വളർത്തിയെടുക്കാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.